ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് നമുക്ക് മെറ്റാമാസ്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം. ആദ്യം മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ മുകളിൽ എതേറിയം മെയിൻ നെറ്റ്വർക്ക് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് നെറ്റ്വർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ BNB ചെയിൻ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫേം കൊടുക്കുക. ഇവിടെ സ്വിച്ച് ടു നെറ്റ്വർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് BNB ചെയിനിലേക്ക് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഗോട്ടിട്ട് കൊടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് ഏറ്റവും താഴെയുള്ള ഓപ്ഷനിൽ നാലാമത്തെ നമ്മുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ബ്രൗസർ. അത് ലോഡായി വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ലോക്ക് ചിഹ്നം കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. നമുക്കൊരു ലിങ്ക് ഉണ്ടായിരിക്കും, ആ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരിക്കും. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ AI എറ്റേണലിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. എന്നിട്ട് ഇവിടെ തന്നെ മുകളിൽ പച്ച നിറത്തിൽ കണക്റ്റ് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കണക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈൻ എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, നിക്ക് നെയിമിൻ്റെ അവിടെ തന്നെ ഞാനിവിടെ INFLU എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. നമുക്ക് ചുരുങ്ങിയത് ഒരു $10 ഉണ്ടെങ്കിൽ പോലും നമുക്കിതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിനാദ്യം മെറ്റാമാസ്കിൻ്റെ വാലറ്റ് വരണം. വാലറ്റ് വന്നതിന് ശേഷം ഇവിടെ ഇമ്പോർട്ട് ടോക്കൺ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ചിൽ USDT എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്ന ഓപ്ഷൻ ടെതർ USD എന്ന് കാണാം, അത് ടിക്ക് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇമ്പോർട്ട് കൊടുക്കുക. യെസ്, ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലിങ്ക് എടുക്കണം. ആ USD എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് എടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നാലാമത്തെ ഓപ്ഷൻ റിസീവ് ക്ലിക്ക് ചെയ്യുക. യെസ്, ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. നമുക്ക് ബിനാൻസിൽ പോയി വിഡ്രോ ചെയ്യാം. അതായത് ബിനാൻസിൽ നിന്ന് ഫണ്ട് മെറ്റാമാസ്കിലേക്ക് ചേഞ്ച് ചെയ്യാൻ ചെയ്യുന്നത്. അതിന് ബിനാൻസ് ഓപ്പൺ ചെയ്യുക. ബിനാൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബിനാൻസിൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ വിഡ്രോ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ USDT സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നെറ്റ്വർക്ക് ചോദിക്കുന്നുണ്ട്, ഇത് ഫസ്റ്റ് BEP20 സെലക്ട് ചെയ്യുക. നമ്മളൊരു $10 മെറ്റാമാസ്കിലേക്ക് ചേഞ്ച് ആക്കുകയാണ്. 10.5 കൊടുക്കാം. എന്നിട്ട് വിഡ്രോ കൊടുക്കുന്നു. കൺഫേം കൊടുക്കാം. നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ സെക്യൂരിറ്റി കൊടുത്തുള്ളതെങ്കിൽ ഒരു OTP വരും. ചിലർക്ക് ഇമെയിൽ ആവും, ചിലർക്ക് ഫോൺ നമ്പർ ആവും. ഞാനിവിടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, മെറ്റാമാസ്കിലേക്ക് $10 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതൊരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡല്ല, ഒരു 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റോളം വേണ്ടി വരും ട്രാൻസ്ഫർ ടൈമിങ്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ $1 BNBയും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. BNB നമുക്ക് ഗ്യാസ് ഫീസാണ്. ഏകദേശം $1 അടുത്ത് റേറ്റ് വരുന്ന BNB അയച്ചാൽ മതി. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ BNBയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസീവിൽ പോയിട്ട് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബിനാൻസിലേക്ക് തന്നെ വരിക. ബിനാൻസിൽ നിന്ന് നമുക്ക് ഡോളറിനെ BNB ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ആദ്യം കാണിക്കാം. ബിനാൻസിൽ ഫണ്ടിങ്ങിൽ വന്നതിന് ശേഷം അവിടെ സെർച്ച് ബാറിൻ്റെ അവിടെ BNB എന്ന് സെർച്ച് ചെയ്യുക.
എൻ്റെ ഇവിടെ ആൾറെഡി BNB കിടക്കുന്നുണ്ട്, നിങ്ങളിൽ സെർച്ച് ചെയ്ത് വരുത്തേണ്ടി വരും. എന്നിട്ട് ഇവിടെ കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്യണം. കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഫ്രമിൻ്റെ അവിടെ അങ്ങനെ BNBനെ ചേഞ്ച് ചെയ്തിട്ട് USDT ആക്കണം. അപ്പോൾ USDTയിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് BNBനെ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാം. അവിടെ അങ്ങനെ $1 ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് 1.5 ഞാൻ കൊടുക്കുന്നുണ്ട്, കുറയാണ്ട് വെച്ചിട്ടാണ്. എന്നിട്ട് ഇവിടെ ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫേം കൊടുക്കുക. യെസ്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ $1 വില വരുന്ന BNBയിലേക്ക് നമുക്ക് കൺവേർട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് മെറ്റാമാസ്കിൽ നിന്ന് കോപ്പി ചെയ്താൽ ലിങ്ക് എടുക്കുക. ലിങ്ക് ഉണ്ട് നമ്മുടെ നിലവിൽ, കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഈ BNB കോയിനിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വിഡ്രോവലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നെറ്റ്വർക്ക് BNB എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാക്സിമം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് വിഡ്രോ കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക. ഇവിടെ OTP വെരിഫൈ ചെയ്യുക. യെസ്, ഇവിടെ വിഡ്രോവൽ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റാമാസ്കിലേക്ക് ഒന്ന് വരാം. മെറ്റാമാസ്ക് ഒന്ന് ലോഗിൻ ചെയ്യണം. മെറ്റാമാസ്കിൽ പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. യെസ്, ഇവിടെ $10 USDTയും $1 BNBയും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും താഴെ 4ാമത്തെ ഓപ്ഷൻ, അതായത് നമ്മുടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറ്റേണലിൻ്റെ കണക്ട് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ് വരും. ഇവിടെ ഡെപ്പോസിറ്റ് എന്ന ഭാഗം കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എമൗണ്ടിൻ്റെ അവിടെ 10 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. ഇവിടെ കൺഫേം കൊടുക്കണം. യെസ്, കൺഫേം വന്നിട്ടുണ്ട്. കൺഫേം കൊടുക്കുക. യെസ്, ഡെപ്പോസിറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് അടിച്ച് ഒന്നുകൂടി ഡെപ്പോസിറ്റ് നോക്കുകയാണ്. ഇവിടെ ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷനിൽ $10 കാണുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ബാക്കിലേക്ക് വരിക. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. യെസ്, $10 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് അതായത് പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഇതിന് AI സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ AI സബ്സ്ക്രൈബ് വരിക. നമ്മൾ വെറുതെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് AI സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എല്ലാ ദിവസവും കിട്ടൂ. അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബിൽ വന്നതിന് ശേഷം ആ എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ പ്ലെഡ്ജിനെ കൊടുക്കുക. AI ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് വരും. ഇവിടെ മുകളിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത എമൗണ്ട് കാണാം, അതുപോലെ കോൺട്രാക്റ്റും കാണാം. നമുക്ക് ടോട്ടൽ $30 പ്രോഫിറ്റ് വരുള്ളൂ. അതായത് കോൺട്രാക്റ്റ് 3x ആണ് പ്രോഫിറ്റ് വരിക. 3x വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാക്റ്റ് നിൽക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും പ്രോഫിറ്റ് വരും.